നമസ്കാരം, ഞാൻ ഡോക്ടർ അനുപ്രിയ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. എന്നത്തെയും പോലെ തന്നെ ക്യാൻസർ രോഗികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, ക്യാൻസർ രോഗപ്രതിരോധം, അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സാ രീതികൾ, അതുപോലെ ക്യാൻസറിനെ പറ്റിയുള്ള അവബോധം ജനങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആണ് ലോക ക്യാൻസർ ദിനം ആഘോഷിക്കപ്പെടുന്നത്. ഇതിനായിട്ട് ഇത്തവണത്തെ ലോക ക്യാൻസർ ദിന സന്ദേശം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യൂണിറ്റി എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിലുള്ള ക്യാൻസർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാവരും പല രീതിയിലായിരിക്കും ക്യാൻസറിൻ്റെ ചികിത്സാ രീതികളും അതുപോലെ പ്രതിരോധ ഘട്ടങ്ങളും അതെല്ലാം അഭിമുഖീകരിച്ച് വരുന്നുണ്ടെങ്കിൽ തന്നെയും അതിനെല്ലാത്തിനും ഒരുമയോടുകൂടി അവർ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതിനു മുന്നായി എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏതെങ്കിലും കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിലും ക്യാൻസർ ഉണ്ടാകാം. അപ്പം നമുക്ക് ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് ക്യാൻസർ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. അതായത് ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള തടിപ്പുകൾ, പുതുതായി ഉണ്ടാകുന്ന മുഴകൾ, ഇവ വേദനയുള്ളതോ വേദനയില്ലാത്തവയോ ആകാം. അതുപോലെ തന്നെ നമുക്ക് യാതൊരു പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാകുന്ന ഭാരക്കുറവ്, ക്ഷീണം, വിളർച്ച, അതുപോലെ എവിടെന്നെങ്കിലും ഉണ്ടാകുന്ന രക്തസ്രാവം, അതായത് നമുക്ക് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ മലത്തിൽ കൂടിയോ ഒക്കെ പോകുന്ന ബ്ലഡ്, ഛർദിയിലുണ്ടാകുന്ന ബ്ലഡ്, അതുപോലെ ആഹാരം കഴിക്കുമ്പോഴുണ്ടാകുന്ന തടസ്സം, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങളായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് ക്യാൻസർ അല്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് സ്ഥിരീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എപ്പോഴും നമുക്ക് ക്യാൻസറിലോട്ട് തന്നെ ആയിരിക്കില്ല വിരൽ ചൂണ്ടുന്നത്. അല്ലാതെയുള്ള കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ക്യാൻസർ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ക്യാൻസറിൻ്റെ ചികിത്സാഘട്ടങ്ങളാണ്. ക്യാൻസറിൻ്റെ ചികിത്സാഘട്ടങ്ങൾ മെയിനായിട്ട് നമുക്ക് വരുന്നത് ശസ്ത്രക്രിയകൾ ഉണ്ടാകും, അതുപോലെ തന്നെ കീമോതെറാപ്പി ഉണ്ടാകും, റേഡിയേഷൻ, അങ്ങനെയുള്ള ചികിത്സകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പൊതുവേ ഉള്ളൊരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ കാണപ്പെട്ടു വരുന്നതാണ്. അതായത് ഒരാൾക്കൊരു ക്യാൻസർ ഉണ്ടാകുകയും അയാൾ അല്ലെങ്കിൽ മറ്റൊരാളെ കമ്പയർ ചെയ്ത് എപ്പോഴും സ്വന്തം കാര്യം തീരുമാനിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് എപ്പോഴും ജനങ്ങൾക്കുള്ളത്. അപ്പം മറ്റൊരാൾക്ക് ഈ ക്യാൻസർ വന്നപ്പോൾ അവർ കീമോതെറാപ്പി എടുത്തപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോയപ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അതേ ബുദ്ധിമുട്ടുകൾ തന്നെ എനിക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ച് അത് അന്ധമായിട്ടുള്ള കുറച്ച് മിഥ്യാധാരണകളും കാരണങ്ങളും കൊണ്ട് ചികിത്സകൾ എടുക്കാതിരിക്കുന്ന ഘട്ടങ്ങളും കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് ഓരോരുത്തർക്ക് വരുന്ന ക്യാൻസറും ഓരോ തരത്തിലുള്ളതാണ്. അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസറിനെ പോലെ ആയിരിക്കില്ല ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസർ ബിഹേവ് ചെയ്യുന്നത്. ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ അവയവത്തിൽ വരുന്ന ക്യാൻസറിനും അതിൻ്റെ പ്രകൃതത്തിലും സ്വഭാവത്തിലും വളർച്ചാ നിരക്കിലും ഒക്കെ വ്യത്യാസമുള്ളതിനനുസരിച്ച് അതിൻ്റെ ചികിത്സാ രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ മാറിയായിരിക്കും വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരേ അവയവത്തിൽ അസുഖത്തിന് ചിലപ്പോൾ സർജറി മാത്രം മതിയാവും, ചിലർക്ക് സർജറിയും അതിൻ്റെ കൂടെ കീമോതെറാപ്പിയോ റേഡിയേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ തന്നെ വേണ്ടി വരും. അപ്പോൾ ഓരോന്നും നിശ്ചയിക്കുന്നത് ആ അസുഖത്തിൻ്റെ സ്വഭാവത്തെയും അതുപോലെ അതിൻ്റെ സ്റ്റേജിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ചികിത്സാ രീതികൾ നിർണ്ണയിക്കപ്പെടുന്നത്. പിന്നെ ക്യാൻസർ ചികിത്സയുടെ വിദ്യാധാരണകൾക്ക് പുറമേ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഏർലി സ്റ്റേജിലെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് നമുക്ക് സ്ക്രീനിങ് പരിപാടികളും കാര്യങ്ങളും ഉള്ളത്. അപ്പം അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ബ്രസ്റ്റ് സ്ക്രീനിങ് ഉണ്ട്, സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് ഉണ്ട്, അതുപോലെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള സ്ക്രീനിങ് പരിപാടികളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ ക്യാൻസർ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അവ പൂർണ്ണമായിട്ടും ചികിത്സ ഭേദമാക്കാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെ ഈ മേൽപ്പറഞ്ഞ ക്യാൻസർ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവ ഒന്നുകൂടി ഡോക്ടറെ കണ്ട് അത് സ്ഥിരീകരിക്കുകയോ അത് കുഴപ്പമില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്.